32 മൃതദേഹങ്ങൾ എത്തിച്ചാൽ പൊതുദർശനം നടത്താനുള്ള സൗകര്യങ്ങളും ഒപ്പം തന്നെ 32 മൃതദേഹങ്ങളും സംസ്കരിക്കാനുള്ള ഒരുക്കങ്ങളുമാണ് ഇവിടെ പൂർത്തിയാക്കിയിട്ടുള്ളത്. ചില നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. കാരണം ഒരു ദുരന്തത്തിൽ മരിച്ച ആളുകളാണ്, അവർ തിരിച്ചറിഞ്ഞിട്ടില്ല. ധാരാളം ആളുകൾ അവരുടെ ബന്ധുക്കളെ തേടി നടക്കുന്നു. അതുകൊണ്ട് ചില നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുള്ളത് കൊണ്ടാകാം ഇന്ന് 32 മൃതദേഹങ്ങൾ കൊണ്ടുവരണ്ട എന്ന് തീരുമാനിച്ചത്. പകരം 8 മൃതദേഹങ്ങൾ വിട്ടു നൽകാൻ വേണ്ടി ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളെല്ലാം ഇവിടെ നേരത്തെ തന്നെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ധാരാളം സന്നദ്ധ പ്രവർത്തകർ ഇവിടെ കാത്തിരിക്കുകയാണ് മൃതദേഹം എത്തിച്ച് സംസ്കരിപ്പിക്കാൻ വേണ്ടി. ആ പന്തലിൻ്റെ പണിയൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അവിടെയായിരിക്കും സർവ്വമത പ്രാർത്ഥന നടക്കുക. വിവിധ മതത്തിൽപ്പെട്ട പുരോഹിതരും രാഷ്ട്രീയ നേതാക്കന്മാരും വിവിധ സന്നദ്ധ സംഘടനയിൽപ്പെട്ട ആളുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ബന്ധുക്കളും എത്തിച്ചേർന്നിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ഇവിടെ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ മൃതദേഹങ്ങൾ ഒരു ദുരന്തത്തിൽ മരിച്ചവരുടേതാണ്. അവരുടെ ബന്ധുക്കളെ കാണുന്നില്ല എന്ന് പറഞ്ഞ് ധാരാളം ആളുകൾ ഇപ്പോഴും വിവിധ ഓഫീസുകൾ അല്ലെങ്കിൽ ദുരന്തബാധിത മേഖലയിൽ കയറി ഇറങ്ങുന്നു. അതുകൊണ്ട് പിന്നീടൊരു തർക്കമോ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനാകാം ഒരുപക്ഷെ സർക്കാർ ഇപ്പോൾ 8 മൃതദേഹങ്ങൾ മാത്രം സംസ്കരിച്ചാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇവിടെ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. മാസ്കും കയ്യറയും ഒക്കെ ധരിച്ച് മൃതദേഹം സംസ്കരിക്കാൻ വേണ്ടി തയ്യാറായി സന്നദ്ധ പ്രവർത്തകർ ഒരു അരമണിക്കൂർ മുമ്പേ ഇവിടെ അവ സ്വീകരിക്കാനും അവ പൊതുദർശനത്തിന് വെക്കാനും സംസ്കരിക്കാനും ഒക്കെയുള്ള തയ്യാറെടുപ്പുകൾ അവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള മുൻകരുതലൊക്കെ എടുത്ത് സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരുക്കി കാത്തിരിക്കുകയാണ് സന്നദ്ധ പ്രവർത്തകർ.